ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ താറാവിനെ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല നാടൻ താറാവായത് കാരണം നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 700 ഗ്രാം താറാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. പിന്നെ അതുപോലെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒരു 5 വിസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് ചെറുതായിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതുപോലെ ഒരു വലിയൊരു സവാള, പിന്നെ 2 തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഇനി നമ്മളൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മുടെ ഈ റോസ്റ്റിൽ നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തതും അതുപോലെ നമ്മുടെ കുരുമുളക് പൊടിയും ചെറുള്ളിയൊക്കെ ഇടുമ്പം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പം നമുക്കിതിലേക്ക് ചെറിയുള്ളി നമ്മൾ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പൂടെയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടിക്കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വാടി വരണം. നന്നായിട്ട് വഴന്നാൽ മാത്രമേ, നമ്മൾ ഈ ഒരു ഉള്ളി കടിക്കാനൊന്നും പാടില്ല. നന്നായിട്ട് തന്നെ വഴന്ന് വരുന്ന വരെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചതച്ചെടുത്തപ്പം അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4 കൂടിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഈ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പൂടെയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം എനിക്ക് എരിവ് വേണം, അതുകൊണ്ട് ഞാൻ ഇതിലും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മെയിനായിട്ട് നമ്മളിതിൽ കുരുമുളകാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണും കൂടെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴും 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം എരിവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് അളവ് കുറയ്ക്കേണ്ട, നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇനി മസാലപ്പൊടിയുടെ എല്ലാം ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മസാലയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് നമ്മുടെ താറാവിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നമ്മുടെ താറാവിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞ ഗ്രേവി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കണം.
അപ്പോൾ ഇതേ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് വറ്റി ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പാകമായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റിൽ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിഡ്ലൻ താറാവ് റോസ്റ്റാണിത്. നല്ല ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.